റോഷൻ ഈ ഗ്രൂപ്പിലെ ഏറ്റവും സുന്ദരനാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. ഒരു ക്യാരക്ടർ ആവുന്നതിന് സൗന്ദര്യമോ മറ്റു കാര്യങ്ങളോ മാത്രമല്ല, ആ ക്യാരക്ടറിന്റെ ചില സവിശേഷതകൾ കൂടിയുണ്ട്. ചിലപ്പോൾ ഭയങ്കര സൗന്ദര്യമുള്ള ഒരാളെ ആ ഒരു ക്യാരക്ടറിന് പറ്റാതെ പോകും. ചിലപ്പോൾ ഭയങ്കര നിറമുള്ള ഒരാളെ ആ ക്യാരക്ടറിന് പറ്റാതെ പോകും. അപ്പൊ അത് നമ്മുടെ കുഴപ്പമില്ലല്ലോ. നമുക്ക് നല്ല സൗന്ദര്യം ഉണ്ടായത് എന്റെ കുറ്റ. ഇവിടെ റോഷൻ ചെയ്ത എല്ലാ പെർഫോമൻസിലും വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ചാക്കോച്ചന്റെ അനിയത്തി പ്രാവിലെയും വിശുദ്ധനിലെയും പാട്ടുകളുടെ ഒരു കോംബോ ആയിരുന്നു അത്. റോഷന് എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇവിടെ നല്ല പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആക്ടിങ് സ്കില്ലിൽ ഒരുപാട് ആഡ് ഓൺ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആകെയുള്ള പ്രശ്നം റോഷൻ ജനിച്ചത് കണ്ണൂരും വളർന്നത് കോയമ്പത്തൂരാണ്. അപ്പം ഭാഷാപരമായിട്ടുള്ള ഒരു ചെറിയ ഒരു പരാധീനത റോഷനുണ്ടായിരുന്നു. ഇനി റോഷൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിലാണ്. തമിഴ് എന്തായാലും നമ്മുടെ കയ്യിലുണ്ട്, ഇംഗ്ലീഷും നമ്മുടെ കയ്യിലുണ്ട്. ആ രണ്ട് ഭാഷകളിലും എന്ത് വന്നാലും ഇനി ലോകത്തെ എവിടെ പോയിട്ട് നിന്ന് പെർഫോം ചെയ്താലും റോഷൻ കലക്കും എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും മഴവിൽ മനോരമയുടെ നായകന്റെ പ്രോഡക്റ്റാണ് റോഷൻ എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. മലയാളത്തില് തന്നെയാണ് റോഷൻ കഴിവ് തെളിയിക്കാൻ പോകുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ മലയാളം ഫ്ലുവൻ്റ് ആക്കുക എന്നുള്ളതാണ്. ഫുള്ളി ഒരു ക്യാരക്ടറിനെ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ശബ്ദം കൂടി വേണം. അപ്പോഴേ നമുക്കും അത് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ചാക്കോച്ച, ഇപ്പോ തനിയാവർത്തന റൗണ്ടിൽ റോഷന് ഏറ്റവും കൂടുതൽ, അതായത് ആ ഭരത്ചന്ദ്രൻ IPS എന്ന ക്യാരക്ടർ, അവന് ഈ പറഞ്ഞ ലാംഗ്വേജ് പ്രശ്നം ഉള്ളത് കൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ വന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ചാക്കോച്ചനായിരുന്നു. ഇപ്പൊ ചാക്കോച്ചൻ എന്താണ് റോഷനോട് പറയാനുള്ളത്? ചെന്നോടനെ തന്നെ മലയാളം പത്രം രാവിലെ എല്ലാ ദിവസവും ഉറക്കെ വായിക്കുക. സുന്ദരനായ റോഷന് അതിസുന്ദരമായ ഒരു സിനിമാ ജീവിതം അല്ലെങ്കിൽ അഭിനയ ജീവിതം ആശംസിക്കുന്നു. ഓൾ ദ വെരി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സമൃദ്ധ, എന്താണ് പറയാനുള്ളത്? റോഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് റോഷന്റെ മുഖം റൗണ്ടാണ്. ആ പെർഫോമൻസിൽ റോഷൻ തമിഴും ഇംഗ്ലീഷും ഒക്കെ ഉപയോഗിച്ച് റോഷന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അന്നിവിടെ ചെയ്തിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, മലയാള സിനിമ കിട്ടിയില്ലെങ്കിൽ നമുക്ക് തമിഴിൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഭാഷകളുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. റോഷന് പറ്റുന്നത് റൈറ്റ് ടൈം വരുമ്പോൾ റോഷനെ തേടി വരും. അപ്പോൾ റോഷൻ ഒരു സ്റ്റാർ ആയിട്ട് നമ്മൾ കാണും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.